ഹായ് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് എൻ്റെ ഒരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഈ കുഞ്ഞു വീഡിയോയിലൂടെ. ഇതെൻ്റെ ഒരു പച്ചമുളക് തൈയാണ് കേട്ടോ. പച്ചമുളക് തൈ ഇപ്പോൾ എല്ലാവരും എന്താ ഇത്ര പ്രത്യേകത എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ കാശ്മീരി മുളകാണ്. കണ്ടോ, കുഞ്ഞു കാശ്മീരി ഇതുണ്ടോ, കാശ്മീരി മുളക് കഴിച്ചത് നല്ല രസമാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടോ. അപ്പം ഞാൻ ഇതൊരു പരീക്ഷണം പോലെ ചെയ്തതാണ് കേട്ടോ. കാശ്മീരി മുളക് നമുക്ക് പിടിക്കുമോ എന്നറിയാൻ വേണ്ടി കാശ്മീരി മുളകിൻ്റെ 2-3 വിത്തെടുത്ത് കിളിർപ്പിച്ചിട്ട് ഇത് നട്ടു നോക്കിയതാണ്. അപ്പോൾ അതാ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതിൽ വീണ്ടും മുൻപ് മുളക് ഉണ്ടായിരുന്നു നന്നായിട്ട്. അത് ഞാൻ പച്ചയ്ക്ക് പറിച്ച് ഉപയോഗിച്ചു. പക്ഷേ എരിവ് കുറവാണ്. എന്നാലും നമുക്ക് തോരനൊക്കെ വയ്ക്കുമ്പോഴും കറിയിലൊക്കെ കീറിയിടാൻ പറ്റും. എരിവിനായിട്ട് വേറെ പച്ചമുളകും കൂടി ഇടണമെന്നുള്ളൂ. അപ്പോൾ ഇതാണ്ട് ഇത് ഞാൻ വിത്തിന് നിർത്തിയതാണ്, പഴുത്തു തുടങ്ങി. അപ്പോൾ ഇതിൽ അങ്ങനെ സാധാരണ നമ്മൾ പച്ചമുളക് ചെടി നടുമ്പോൾ അതിന് കുരുടിപ്പ്, വെള്ളീച്ച, ഇലപഴുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇതിലങ്ങനെ ഒരുപാട് കീടബാധകളൊന്നും ഉണ്ടായില്ല. നന്നായിട്ട് കായ്ക്കുകയും ചെയ്തു. അപ്പം നിറഞ്ഞ് കായ നിന്നപ്പം വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പല സാഹചര്യങ്ങൾ കൊണ്ട് ഇതിലൊക്കെ ഇനി നിറച്ച് കായ ഉണ്ടായി വരുന്നുണ്ട്. അപ്പം ഞാനീ പറയുന്നത്, നമുക്ക് സാധാരണ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പച്ചമുളക് നടുന്നതിനൊപ്പം തന്നെ ഈ കാശ്മീരി മുളകും കൂടി നടുകയാണെങ്കിലേ, കാശ്മീരി മുളകിന് നല്ല വിലയല്ലേ. അപ്പോൾ നമുക്ക് പൊടിക്കാനൊക്കെ ആയിട്ട് ഇത് കുറച്ച് മുളകുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ ഉണ്ടാവും. വീട്ടാവശ്യത്തിനുള്ള പൊടിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൽ ഈ കീടങ്ങൾ കുറേ വരാതെ ഇരുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, ഞാനിവിടെ ഈ വെന്തിത്തൈ നട്ടിട്ടുണ്ടായിരുന്നു. വെന്തിപ്പൂ ഉള്ളിടത്ത് അങ്ങനെ ഈച്ചകളൊന്നും വരില്ല എന്ന് പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എന്തായാലും ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് കീടങ്ങളൊന്നും ഉണ്ടായില്ല. നല്ലൊരു ചെടി, ഇഷ്ടം പോലെ കായ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇത് കുറച്ച് നട്ടുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളും നോക്കണം കേട്ടോ. നിങ്ങളും ഇതുപോലെ കാശ്മീരി മുളക് ചെയ്തു നോക്കൂ, നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.